സർവഭൂതഹിതേരത മാച്ച് ഡേ നമ്പർ 55 ആൻഡ് മാച്ച് നമ്പർ 55 ഗോൾഡൻ ത്രെഡ്സ് ഏറ്റുമുട്ടാനായി തയ്യാറെടുക്കുന്നു ഇന്റർ കേരള ഫുട്ബോൾ ക്ലബിനെതിരെ. കിക്ക് ഓഫ് ഗോൾഡൻ ത്രെഡ്സിന്റെ ടച്ചോട് കൂടിയാണ് മത്സരം ആരംഭിക്കുന്നത്. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ നിങ്ങളുടെ ഒപ്പം ഈ മത്സരത്തിന്റെ തത്സമയ കളി വിവരണവുമായി ഈ മത്സരത്തിലും ഞാനുണ്ട്. അബുദിയിലേക്ക് അബുദിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫസ്റ്റ് പോസ്റ്റിലേക്ക് നല്ലൊരു ഷോട്ടാണ് ആവശ്യം. ആൻഡ് ഫസ്റ്റ് പോസ്റ്റിലേക്കുള്ള ആ ഒരു ഷോട്ട് കൃത്യമായി അദ്ദേഹം എടുത്തുവെങ്കിലും വിശാൽ വിജയ് സമയോചിതമായ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് ഒരു മികച്ച ഒരു സേവ്, ഈ ഒരു മാച്ചിലെ തന്നെ ഏറ്റവും വൈറ്റലായ ഒരു സേവിലേക്ക് എത്തുന്നു. ലെഫ്റ്റ് സൈഡിൽ സാൽ അനസിനെ ലക്ഷ്യമാക്കി നീങ്ങിയ പന്താണ് ടച്ച് ലൈൻ കഴിഞ്ഞ് പുറത്തേക്ക് പോയത്. ഒരു ത്രോ ഇൻ. സാൽ ഒരു പാസിംഗ് ഓപ്ഷൻ ആണ്, പക്ഷെ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് വീണ്ടും ആകാശ്. നല്ലൊരു ഡെലിവറി ആൻഡ് ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. ഒന്നാം തരമായ ഒരു ഗോളിലേക്ക് മത്സരത്തിന്റെ ഓൾമോസ്റ്റ് 35ാമത് മിനിറ്റിൽ വിഷ്ണു എത്തിച്ചേരുകയാണ്. ഗോൾഡൻ ത്രെഡ്സ് എഫ് സി ഈ ഒരു മാച്ചിലെ ഒരു ക്രൂഷ്യൽ ലീഡ് ഞാൻ പറഞ്ഞിരുന്നു. ഒന്നാം പകുതിയിൽ ഇവർ നേടിയെടുക്കുന്ന ഗോളുകൾ ഒന്നാം പകുതി അവസാനിക്കുന്നു ഇവിടെ മഞ്ചേരിയിൽ, വയനാട് സ്റ്റേഡിയം മഞ്ചേരി. ഗോൾഡൻ ത്രെഡ്സ് എഫ് സി 1 ഇന്റർ കേരള ഫുട്ബോൾ ക്ലബ് നിൽ ആരാധകരും. വെൽക്കമിംഗ് വൺ ആൻഡ് ഓൾ ടു എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് മാച്ച് നമ്പർ 55. Back to വൈശാഖ്. ദിപിൻ വൺസ് അഗൈൻ. ദിപിന്റെ ക്രോസ് ആണ് വെയിറ്റ് ചെയ്യുന്നത് പെനാൽറ്റി ഏരിയയ്ക്ക് അകത്തേക്ക്. ഗോൾ കീപ്പർ ഓടി എത്തുന്നതിന് മുൻപ് തന്നെ ആ ഒരു പന്തിലേക്ക് കൃത്യമായി അറ്റംപ്റ്റ് അവിടെ ചെയ്തിരുന്നു, പക്ഷെ ചെറിയ വ്യത്യാസത്തിൽ ആ ഒരു ഹെഡർ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നോക്കുക, ദിപിന്റേതായിരുന്നു ഇൻസൈഡിലേക്കുള്ള ഡെലിവറി. വളരെ പാസ് ഫോർവേഡ് ലൈനിലേക്ക്. ഫൈനൽ തേർഡ് എൻട്രീസ് ആണ് കുറച്ച് കൂടുതലായി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും വീണ്ടും അബുദി. That's Abudi for you. ഇന്റർ കേരള ഫുട്ബോൾ ക്ലബ്ബ് വളരെ മനോഹരമായ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. സമനില ഗോൾ കണ്ടെത്തുകയാണ് അബൂദിയുടെ പേരിൽ. ഈ ഒരു അവസരത്തിൽ ഗോൾ മഴ തീർത്തുകൊണ്ട് കേരള പ്രീമിയർ ലീഗ് എങ്ങനെയാണോ മുന്നോട്ട് പോയത് അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ, ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ വീണ്ടും മഴയോട് മഴ, ഗോൾ മഴ ഫ്രം അബൂദി. സ്റ്റെവിന്റെ ഇമ്പോർട്ടൻസ് ആ ഒരു സ്ക്വാഡിൽ എത്രത്തോളമാണ് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അബൂദിയാണ് ഇൻസൈഡിലേക്ക് പെനാൽറ്റി ഏരിയയിൽ. നല്ലൊരു ക്രോസ് ഇൻകമിങ്, ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് അവിടെ വീണ്ടും വരുത്തുകയാണ് വീണ്ടും ഗോൾഡൻ ത്രെഡ്സ് എഫ് സി. ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഫാക്ട് അവിടെ മിസ് ചെയ്തത് ഇന്റർ കേരള. മറുപുറത്തേക്ക് നല്ലൊരു കൗണ്ടർ. തീർച്ചയായും അവിടെ ഒരു കോള് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗോൾഡൻ ത്രെഡ്സ് എഫ് സി. വൈശാഖ് വീണ്ടും. വൈശാഖിന്റെ കിക്ക് കൃത്യമായി സേവ് ചെയ്യുകയാണ് അവിടെ മുരുകൻ. ഗോൾ കീപ്പർ മുരുകന്റെ ഭാഗത്തു നിന്ന് ഒരു മധുര മനോഹര സേവ് വൺസ് അഗൈൻ കമ്മിങ്. വൈശാഖിന്റെ ഒരു ഈസി പെനാൽറ്റി. ഈ ഒരു മത്സരത്തിൽ ഒരു ഗോൾ കൂടി സ്കോർ ചെയ്ത് ഏതെങ്കിലും ഒരു ടീമിന് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു എങ്കിൽ മാത്രമേ വരും മത്സരങ്ങളിൽ അവർക്ക് ആ ഒരു സെമി ഫൈനൽ സ്പോട്ട് ഉറപ്പിക്കാൻ കഴിയൂ. യെല്ലോ കാർഡ് പുറത്തെടുക്കുകയാണ്. എന്തായാലും ഇത്തവണ രഞ്ജത്തിനാണ് കാർഡ് കിട്ടുന്നത്. പന്തിനു വേണ്ടി ചലഞ്ച് ചെയ്യുന്നതിനിടയിൽ കുറച്ച് ഡേഞ്ചറസ് ആയി തന്നെയാണ് ആ ബോളിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നത്. ത്രെഡ്സിന്റെ ഈ മത്സരത്തിലേക്ക് വരാനുണ്ടായ മോട്ടിവേഷൻ. രണ്ടുപേരും വിജയം പ്രതീക്ഷിച്ച് തന്നെ വിജയത്തിന്റെ അവസാനം, വിജയം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് കളിക്കളത്തിലേക്ക് വന്നത്. ഇപ്പോ ഇത്തവണ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. വൈശാഖ് ഈ ഒരു മത്സരത്തിലേക്ക് വീണ്ടും കടന്നു വന്നുകൊണ്ട് ഒരു ക്യാപ്റ്റന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്ത് തീർക്കുകയാണ്. മത്സരത്തിലെ അവസാന മൊമെന്റിൽ 90ാമത് മിനിറ്റിൽ വൈശാഖിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ ഒരു വിന്നിംഗ് ഗോൾ വരുന്നു. ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് കയറി 1-to-1 പാസ് കളിച്ച് ഗോൾ കീപ്പർക്ക് മുകളിലൂടെ ആൻഡ് ഫൈനൽ വിസിൽ വരുന്നു. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ 95 മിനിറ്റ് അവസാനിക്കുമ്പോൾ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കൈപ്പിടിയിലേക്ക് എടുത്ത് അത് കൃത്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഇന്റർ കേരള ഫുട്ബോൾ ക്ലബിനെതിരെ നല്ലൊരു വിജയവുമായി 3 പോയിന്റുകൾ കൃത്യമായി കരസ്ഥമാക്കിക്കൊണ്ടാണ് ഗോൾഡൻ ത്രെഡ്സ് എഫ് സി പോകുന്നത്.